സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഈ ചാനൽ ഏണിംഗ് മച്ചാൻ. സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിപ്റ്റോ മൈനിങ്ങിൻ്റെ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ കുറേ പേര് ഡൗട്ട്സ് ചോദിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടാമെന്ന് എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇനിയും ഈ ക്രിപ്റ്റോ മൈനിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒട്ടും വൈകിട്ടില്ല. നമ്മുടെ ലിസ്റ്റിംഗ് നടക്കുന്നത് ജൂലൈയിലാണെന്നാണ് നമുക്ക് കിട്ടിയ അറിയിപ്പ് വെച്ച് നോക്കുമ്പോൾ. സോ കുറച്ച് പേര് പറയുന്നു നാളെയാണ് ലിസ്റ്റിംഗ് എന്നൊക്കെ. സോ റിസ്ക് ഉണ്ട്, നമുക്ക് എപ്പോഴാണ് കറക്റ്റ് ഒരു ഇൻഫർമേഷൻ വന്നിട്ടില്ല. സോ ജൂലൈയിൽ നിന്നാണ് നമുക്കൊരു ജസ്റ്റ് അത്യാവശ്യം ഒരു 90% ഉറപ്പിക്കാൻ പറ്റണം ജൂലൈയിലാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്നാണ്. സോ ഒട്ടും വൈകിട്ടില്ല, മാക്സിമം കയറാൻ നോക്കുക. ഇനി അഥവാ നാളെയാണ് ലിസ്റ്റിംഗ് എങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ഒരു കീപ്പർ, അതായത് ഒരു ക്രിപ്റ്റോ കറൻസി നമുക്ക് പിടിക്കാം. സോ നമ്മുടെ ക്രിപ്റ്റോ കറൻസിയുടെ പേര് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്നാണ്. സോ നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ വീഡിയോ. സോ ഗൈസ്, നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. സോ ഈ ഇൻ്റർഫേസിലേക്ക് എത്താനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഇൻ്റർഫേസിലേക്ക് വരാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ ഇൻ്റർഫേസിൽ വരും. സോ ഇതാണ് ആ ബോട്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റ്. പ്ലേ ഇൻ 1 ക്ലിക്ക് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് തരുമ്പോൾ ലിങ്കിൽ വരുമ്പോൾ ഇത് ലോഞ്ച് ആയിരിക്കും. അപ്പോൾ ലോഞ്ച് കൊടുത്തു കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ടാവും. സോ എൻ്റെ റെഫറൽ വഴി കയറി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 5000 കോയിൻ സൈൻ ബോണസ് ആയിട്ട് കിട്ടണമായിരിക്കും. അതിന് ശേഷം നിങ്ങൾ കയറിയതിന് ശേഷം ഫസ്റ്റത്തെ ഇൻ്റർഫേസ് ഇതാണ്. നമ്മൾ ഇവിടെ ഏൺ പെർ ടാപ്പ്, കോയിൻസ് ടു ലെവലപ്പ്, പ്രോഫിറ്റ് പെർ അവർ. സോ നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ നിന്ന് മെയിനായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് പെർ അവർ മാക്സിമം ഇൻക്രീസ് ചെയ്യുക എന്നതാണ് അവർ പറയുന്നത്. അതായത് ലിസ്റ്റിങ്ങിൻ്റെ സമയത്ത് പ്രോഫിറ്റ് പെർ അവറിൽ കിടക്കുന്ന കോയിൻസ്, അതുകൊണ്ട് കിട്ടുന്ന കോയിൻസാണ് നമുക്ക് പ്രോഫിറ്റ് പെർ അവർ വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ലിസ്റ്റിങ്ങിൽ ക്യാഷ് കിട്ടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഇതിൽ കിടക്കണ കോയിൻ ക്യാഷായിട്ട് ഒരിക്കലും കിട്ടത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇതിൽ ട്രില്യൺസോളം കണക്കിന് യൂസേഴ്സ് ഉണ്ട്. സോ ഒരു കോയിൻ 1 രൂപ വെച്ചൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അങ്ങനെ വന്നാൽ മാത്രമേ ഇത്രയും രൂപ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 100 കോയിൻ 1 രൂപ, 1000 കോയിൻ 1 രൂപ, അങ്ങനെയൊക്കെ ആയിരിക്കും കാര്യം തന്നെ. സോ മാക്സിമം പ്രോഫിറ്റ് പെർ അവർ കൂട്ടാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈ കിടക്കുന്ന കോയിൻസിനെ കൊണ്ട് നമുക്ക് അത്ര കാര്യങ്ങളില്ല എന്നാണ് ഒഫീഷ്യലായിട്ട് അവർ പറയുന്നത്. സോ ഓക്കെ, പിന്നെ നമുക്ക് എക്സ്ട്രാ കിട്ടിയ ലീക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് പെർ അവറും നമ്മുടെ കൈ കിടക്കുന്ന കോയിൻസും 50-50 എന്ന റേഷ്യോയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പറയണത്. അതായത് 10 മില്യൺ കോയിൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 5 മില്യൺ പ്രോഫിറ്റ് പെർ അവറും 5 മില്യൺ നമ്മുടെ കയ്യിലും പിടിക്കാനാണ് ഹാംസ്റ്റർ പറയണത്. സോ ഹാംസ്റ്റർ പറയണതല്ല, ലീക്ക് പറയണത്. ഹാംസ്റ്റർ പറയണത് പ്രോഫിറ്റ് പെർ അവർ കൂട്ടാനാണ്. അപ്പം മാക്സിമം നിങ്ങൾ മനസ്സിലായല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അത് വെച്ച് കളിക്കുക. 50-50യിലാണ് ഞാൻ കളിക്കണത്. ഞാൻ നിങ്ങളോട് അങ്ങനെ കളിക്കാനാണ് പറയണത്, സജസ്റ്റ് ചെയ്യണത്. സോ നമുക്ക് കിട്ടുന്നതിൽ റിസ്ക് എടുക്കാൻ പാടില്ല. അതായത് ഒന്നിലെ 50 കിട്ടും. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും കിട്ടാണ്ടായി പോകും. അതാണ് അതിൻ്റെ ഇത്. സോ 50-50 കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുക. അപ്പോൾ 50 നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ ഏൺ പെർ ടാപ്പാണ്. ഏൺ പെർ ടാപ്പ് നിങ്ങൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്യണ ഒരാളുടെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ +1 ആയിരിക്കും. സോ +1 കിടക്കുന്ന ഏൺ പെർ ടാപ്പ് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഈ ബൂസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നിട്ട് ഇവിടെ മൾട്ടി ടാപ്പ് എന്ന് പറയുന്നത് ഇതിട്ടുണ്ട്. ഇവിടെ മൾട്ടി ടാപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ ചിലപ്പോൾ 500-100 ആയിരിക്കും. അവിടെ ഗോ ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ +1 വെച്ച് കൂടും. +1 വെച്ച്. സോ ഞാൻ അങ്ങനെ കൂട്ടി 9 വരെ കയറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് എനർജി ലിമിറ്റാണ്. അതായത് നമുക്ക് മാക്സിമം 1500 കോയിനാണ് കയറുന്ന സമയത്ത് ടാപ്പ് ചെയ്തുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ അതിവിടെ നമ്മൾ ഗോ ഹെഡ് കൊടുത്ത് ബൂസ്റ്റർ ചെയ്ത് കൂട്ടുകയാണെങ്കിൽ 2000-2500 മാറും. സോ പിന്നീട് അത് റീഫിൽ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. സോ അത് നമുക്ക് എടുക്കുക. പിന്നെ നമ്മൾ ഒരു ദിവസം 6 പ്രാവശ്യം നമുക്ക് റീഫിൽ ചെയ്യാനുള്ള ബൂസ്റ്റർ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെ ബൂസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു തവണ ബൂസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേനും 1500 ഫുള്ളാവും. സോ നിങ്ങളത് കയറ്റിയിട്ടാണ് ഈ എനർജി ലിമിറ്റ് കയറ്റിയിട്ടാണ് ബൂസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെ കയറുന്ന സമയത്ത് 2000 കാണും. സോ മാക്സിമം എത്ര കയറ്റുന്നു അത്രയും കാണും. നമ്മുടെ എനർജി ലിമിറ്റ് ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്തത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുകയാണ്. ടാപ്പ് ചെയ്യുമ്പോൾ എനിക്ക് +9 വെച്ചാണ് ഓരോ ടാപ്പിങ്ങിൽ കയറുന്നത്. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഓരോ 9 വെച്ച് കയറുന്നുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റായിട്ട് തുടങ്ങി ടാപ്പ് ചെയ്യുമ്പോൾ +1 ആയിരിക്കും. നമ്മളവിടെ ബൂസ്റ്റ് ചെയ്താണ് 9 ആക്കിയത്. ദെൻ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ടാപ്പ് ചെയ്ത് പൈസ കയറ്റുക. സോ ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഇപ്പോൾ ഏകദേശം എൻ്റെ ഇവിടെ 3000 ആയിട്ടുണ്ട്. 5500 എൻ്റെ മാക്സിമം. അത് ഞാൻ ബൂസ്റ്റ് ചെയ്ത് കയറ്റിയേക്കണതാണ്. ദെൻ നമ്മൾ വീണ്ടും ചെല്ലുക, ബൂസ്റ്റർ ഓപ്ഷനിൽ ചെന്ന് എന്നിട്ട് ഈ ഫുൾ എനർജി ക്ലിക്ക് ചെയ്തിട്ട് ഗോ ഹെഡ് കൊടുത്ത് കഴിയുമ്പോഴത്തേന് അത് റീഫിൽ ആവണതാണ് കേട്ടോ. ഫുൾ എനർജി വീണ്ടും റീഫിലായി. വീണ്ടും നമുക്ക് ടാപ്പ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ മെയിനായിട്ട് പ്രോഫിറ്റ് പെർ അവർ കൂട്ടുക എങ്ങനെയാണ് കൂട്ടണമെന്ന് കുറേ പേര് സംശയം ചോദിച്ചിരുന്നു. അത് കുറച്ച് പേർക്ക് അറിയത്തില്ല, പറഞ്ഞു കൊടുത്തിട്ടും. നമ്മൾ ഈ മൈൻ ഓപ്ഷനിൽ ചെല്ലുക. അതിന് ശേഷം
നമ്മൾ ഇവിടെ കിടക്കുന്ന കാർഡ്സ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഏറ്റവും നല്ല കാർഡ്സ് ഏതൊക്കെയാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യണത് *100x മാർജിൻ എന്ന് പറയുന്ന ഈ കാർഡ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കണക്കിന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Web3 ഇൻ്റർവെഷൻ, ഇത് മേടിച്ചാൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിറ്റ് കോയിൻ മേടിച്ചാൽ നല്ല കണക്കിന് പ്രോഫിറ്റ് വരുന്നുണ്ട്. ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടീമിൽ അത്ര നല്ലതില്ല. പിന്നെ ലീഗൽ സെക്ഷനിൽ ലൈസൻസ് എത്യോപ്യ, ലൈസൻസ് ജപ്പാൻ, ലൈസൻസ് അമേരിക്ക, ലൈസൻസ് ഓസ്ട്രേലിയ, ഈ എല്ലാം അടിപൊളിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെഷ്യലിൽ ചെന്നിട്ട് നമ്മൾ Web3 അക്കാദമിക് ലോഞ്ച് മേടിക്കാം. പിന്നെ ഉള്ളത് NFT കളക്ഷൻ ലോഞ്ച് മേടിക്കാം. ഇതൊക്കെ നല്ല കണക്കിന് പ്രോഫിറ്റ് പെർ അവർ കിട്ടുന്നതാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പ് സെൻട്രൽ ലിസ്റ്റിംഗ്, ഇതൊരു ടെലഗ്രാം മാസ് അഡാപ്ഷൻ ആപ്പ് സെൻട്രൽ ലിസ്റ്റിംഗ്, ഇതും അടിപൊളി ഒരു കോയിനാണ്. ദെൻ നെക്സ്റ്റ് ടാപ്പ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുക.